രാഷ്ട്രം ഭരിക്കുന്ന ആളുകൾക്ക് വേണ്ടി വിശ്വാസികൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ചില ആരാധനാക്രമങ്ങളിൽ രാഷ്ട്രത്തിന് വേണ്ടിയും അതിൻ്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും ഒരു പ്രാർത്ഥന വായിച്ചു വിടാറുണ്ട്. അതൊഴിച്ചാൽ രാഷ്ട്രത്തിന് വേണ്ടി ഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന എത്ര ക്രിസ്തു വിശ്വാസികളുണ്ട്? അവരൊക്കെ അവിശ്വാസികളല്ലേ, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് അനേകരും ചിന്തിക്കുന്നത്. അതല്ല, നാം നമ്മെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നുവെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി, വിശേഷാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാകുന്നു. 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഒരു ക്രിസ്ത്യാനിക്ക് തൻ്റെ രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം വ്യക്തമാക്കിയിട്ടുള്ള ഒരു വേദഭാഗമാകുന്നു വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ. ആദ്യം ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ പൗലോസിൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയ്ക്ക് ശേഷം അവനെ യഹൂദന്മാർ പിടിക്കുകയും റോമൻ ജയിലിൽ അവനെ അടയ്ക്കുകയും ചെയ്തു. തൻ്റെ അന്നത്തെ ആ ജയിൽവാസത്തിന് ശേഷം പൗലോസ് റോമിൽ നിന്നും എഫെസോസിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന സഭയിൽ അവൻ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന തിമോത്തിയോസിനെ കണ്ടുമുട്ടുന്നു. അവിടുത്തെ സഭയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ തിമോത്തിയോസ് പൗലോസിനെ അറിയിക്കുകയും സഭയിലെ പ്രശ്നത്തിന് കാരണക്കാരായിരുന്ന 2 പേരുടെ പേരിൽ പൗലോസ് നടപടിയെടുക്കുകയും ചെയ്തു എന്ന് 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ നാം അവരുടെ പേരുകൾ വായിക്കുന്നു. ഹുമനിയോസും അലക്സണ്ടറും. എഫെസോസ് സഭയെ തുടർന്ന് നയിക്കുന്നതിനായി തിമോത്തിയോസിനെ ആക്കിയിട്ട് പൗലോസ് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തു. അങ്ങനെ പോകുമ്പോൾ എഴുതിയ ലേഖനമാകുന്നു തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം. ഈ പറഞ്ഞ സമയത്ത് എഫെസോസിലെ സഭയിൽ ശരിയാക്കേണ്ട അനേകം കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായി പൗലോസ് പറയുന്നത്, ദൈവത്തിൽ നിന്നും അകന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്തിന് ദൈവത്തെ കാണിക്കുക എന്ന പ്രഥമ ദൗത്യത്തിൽ നിന്നും എഫെസോസിലെ സഭ വ്യതിചലിച്ചു എന്നതാണ്. അങ്ങനെ വ്യതിചലിക്കുവാനുണ്ടായ 2 കാരണങ്ങളുണ്ട്. മോശയിലൂടെ ദൈവം നൽകിയതായ ന്യായപ്രമാണം അനുസരിക്കുന്ന യഹൂദന്മാർക്കോ യഹൂദേതരിൽ നിന്നും യഹൂദന്മാരായവർക്കോ മാത്രമേ രക്ഷ പ്രാപിക്കുവാൻ കഴിയൂ എന്ന് പഠിപ്പിച്ചിരുന്ന യഹൂദ മതാനുസാരികൾ അന്ന് എഫെസോസ് സഭയിലുണ്ടായിരുന്നു. രണ്ടാമതായി, രക്ഷ എല്ലാവർക്കും ഉള്ളതല്ല, ജ്ഞാനോദയം പോലുള്ള പ്രത്യേക അനുഭവം ഉണ്ടായിട്ടുള്ളവർക്ക് മാത്രമാകുന്നു എന്ന് പഠിപ്പിച്ചിരുന്ന ജ്ഞാനവാദികൾ, നോസ്റ്റിക്സ് സഭയിലുണ്ടായിരുന്നു. അങ്ങനെ ആ സഭയിൽ വ്യക്തികളുടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള തെറ്റായ ഉപദേശങ്ങൾ കടന്നുകൂടി. ഒരു കാര്യം ഓർക്കണം, ഒരു മനുഷ്യൻ്റെ ആത്മരക്ഷയെക്കുറിച്ചുള്ള ധാരണ പിശകാണ് അവനുണ്ടാകാവുന്ന ഏറ്റവും വലിയ അബദ്ധം. ആയതിനാലാകുന്നു എഫെസോസ് സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ദൗത്യം തിമോത്തിയോസിനെ ഏൽപ്പിക്കുമ്പോൾ ആദ്യം പൗലോസ് പറയുന്നത് സഭ സുവിശേഷീകരണത്തിൽ വ്യക്തത ഉള്ളതായിരിക്കണമെന്ന്. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സകലത്തിനും മുമ്പേ ഞാൻ പ്രബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ സഭ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ലോകത്തിന് ദൈവത്തെ കാണിക്കുക എന്നതായതിനാൽ സഭയുടെ മുൻഗണന സുവിശേഷീകരണമായിരിക്കണം എന്നത്രേ.
സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആദ്യം സഭയുടെ മുൻഗണനകൾ നേരെയാക്കേണ്ടതുണ്ട്. അത് എങ്ങനെ വേണമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പൗലോസ് പറയുന്നത് സുവിശേഷീകരണ പ്രാർത്ഥനയിൽ ആരംഭിക്കണം എന്നത്രേ. സുവിശേഷീകരണ പ്രാർത്ഥന. ഇന്ന് സഭയിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം സഭയ്ക്ക് ഈ മുൻഗണന നഷ്ടപ്പെട്ടു എന്നതല്ലേ? ഇവിടെ നാം ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, ലോകത്തിനു മുഴുവൻ ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം അവരുടെ ദൗത്യത്തിൽ പരാജയപ്പെട്ടു. അവർ വിശ്വസിച്ചിരുന്നത് ദൈവം തങ്ങളെ തിരഞ്ഞെടുത്തത് തങ്ങളുടെ പദവിയാകുന്നു, അത് തങ്ങൾ ആസ്വദിച്ചു കൊണ്ടേയിരിക്കണമെന്നത്രേ. ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ഒരു യഹൂദനായി ജനിച്ചാൽ മാത്രം തങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാകുന്നു എന്നും ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം തങ്ങളെ കരുതുമെന്നും തങ്ങൾ അത്ര പ്രിയപ്പെട്ടവരാകുന്നു എന്നും യഹൂദ ജനം ചിന്തിച്ചു, തെറ്റിദ്ധരിച്ചു. മാത്രമല്ല അവരുടെ പ്രത്യേക പദവിയിലേക്ക് കയറി അത് അശുദ്ധമാക്കുവാൻ തങ്ങൾ ആരെയും അനുവദിക്കില്ല എന്നവർ ചിന്തിച്ചു. മറ്റുള്ളവരൊക്കെ പുറംജാതിക്കാരും താണവർഗക്കാരുമാകുന്നു എന്ന് യഹൂദൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു യോനാ പ്രവാചകൻ. നിനവേക്കാർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നത് യോനായ്ക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ ദൈവത്തോട് പോലും ദേഷ്യപ്പെടുന്നത്. രക്ഷാചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായൊരു വസ്തുത എന്തെന്നാൽ ദൈവം തൻ്റെ ഉദ്ദേശത്തിനായി തെരഞ്ഞെടുത്ത ഇസ്രായേൽ തങ്ങളുടെ പാപത്താലും സ്വാർത്ഥതയാലും ദൈവം ലോകത്തെ രക്ഷിക്കുവാൻ ഒരുക്കിയ മാർഗത്തിന് തടസ്സം സൃഷ്ടിച്ചപ്പോൾ ദൈവം സകല ജാതികളിൽ നിന്നും വിളിച്ചു വേർതിരിച്ച ഒരു കൂട്ടത്തെ കൊണ്ടൊരു പുതിയ വഴി തുറന്നു. അതാണ് ക്രിസ്തീയ സഭ. അന്ന് ഇസ്രായേലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചതിൽ നിന്നും വിഭിന്നമല്ല ഇന്ന് സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതെ, ലോകത്തിന് ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക, അതാണ് ഉദ്ദേശം. എഫെസി സഭ തങ്ങളുടെ ദൗത്യം മറന്നപ്പോൾ പൗലോസ് അവരെ ഓർപ്പിക്കുന്നത് സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അതാണ് നിങ്ങളുടെ പ്രഥമ ദൗത്യം എന്നത്രേ. എന്നിട്ട് പ്രസ്തുത പ്രാർത്ഥന എങ്ങനെയുള്ളതെന്നും അതിൻ്റെ ലക്ഷ്യമെന്തെന്നും അതിൻ്റെ പ്രയോജനമെന്തെന്നും അതിൻ്റെ ആവശ്യമെന്തെന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും പൗലോസ് വിവരിക്കുന്നു. തിമോഥെയോസിൽ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ആദ്യം സുവിശേഷീകരണ പ്രാർത്ഥനയുടെ സ്വഭാവം അഥവാ അതിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ പൗലോസ് പറയുന്നു. യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും. ഈ പദങ്ങളൊക്കെ പ്രാർത്ഥനയുടെ പര്യായങ്ങളായി തോന്നാം, എന്നാൽ അങ്ങനല്ല, അവയ്ക്ക് വെവ്വേറെ അർത്ഥങ്ങളുണ്ട്. യാചന, ആവശ്യബോധത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് യാചന. ദൈവത്തെ മറന്നു പോകുന്ന ഒരു ലോകത്തിൻ്റെ നിസ്സഹായ അവസ്ഥ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന, അതിൽ നിന്നുണ്ടാകുന്ന യാചന. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന മനോഭാവത്തെ കുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പദമാകുന്നു പ്രാർത്ഥന. സർവശക്തനായ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ഉണ്ടാകേണ്ട ആരാധന, ഭക്തി, ആത്മവിശ്വാസം എന്നിവയാണ് ഇതിൽ കാണുന്നത്. സുവിശേഷീകരണ പ്രാർത്ഥന ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുകയും ആയത് ദൈവം മഹത്വപ്പെടുവാൻ ഇടയാകുകയും ചെയ്യും എന്നുള്ള ഉറപ്പോടെ അപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. പക്ഷവാദം, മറ്റൊരാളുടെ ആവശ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക, രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ യഥാർത്ഥ അവസ്ഥ ഉൾക്കൊണ്ട് സഹതാപത്തോടും സഹാനുഭൂതിയോടും മനസ്സലിവോടും കൂടെ അപേക്ഷിക്കുന്ന വിധമാണ് പക്ഷവാദം, മധ്യസ്ഥത. ഒടുവിലായി പറയുന്ന സ്തോത്രം. സകല പ്രാർത്ഥനയുടെയും ഭാഗമായിട്ടാണ് സ്തോത്രം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മറുപടി എന്തായിരുന്നാലും ദൈവത്തിന് സ്തോത്രം.
രക്ഷിക്കപ്പെടാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ലഭിക്കുന്ന ആ പദവിക്കായി സ്തോത്രം. രണ്ടാമതായി സുവിശേഷീകരണ പ്രാർത്ഥനയുടെ ഉദ്ദേശം പൗലോസ് വിവരിക്കുന്നു. അത് സകല മനുഷ്യർക്കും വേണ്ടി എന്നതാണ്. സാധാരണ നമ്മുടെ പ്രാർത്ഥനകൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകുന്നു. അഥവാ സുവിശേഷീകരണത്തിനായി പ്രാർത്ഥിച്ചാൽ പോലും നമുക്കുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നാം അറിയുന്ന സുവിശേഷ വേലകൾക്ക് വേണ്ടി മാത്രമേ നാം പ്രാർത്ഥിക്കാറുള്ളൂ. പൗലോസ് പറയുന്നു സകല മനുഷ്യർക്കും വേണ്ടിയെന്ന്. എന്നാൽ അതിൽ തന്നെ പൗലോസ് ഒരു കൂട്ടത്തെ എടുത്തു പറയുന്നത് ശ്രദ്ധിച്ചോ? വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി. രാഷ്ട്രത്തെ ഭരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ക്രിസ്തു വിശ്വാസികൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ചില ആരാധനാക്രമങ്ങളിൽ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന വായിച്ചു വിടാറുണ്ട്. അതൊഴിച്ചാൽ രാഷ്ട്രത്തിന് വേണ്ടി ഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന, യാചന അർപ്പിക്കുന്ന എത്ര പേരുണ്ട്? ഈ കൽപ്പന പലപ്പോഴും നാം മറന്നുപോകുന്നു. അവരൊക്കെ അവിശ്വാസികളല്ലേ, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് അനേകരും ചിന്തിക്കുന്നത്. അതല്ല, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പലരും പറയുന്നു രാഷ്ട്രീയം മതത്തിൽ നിന്നും അകലെയായതിനാൽ, ഇത് രണ്ട് കാര്യമായതിനാൽ പ്രാർത്ഥിക്കേണ്ടതില്ല എന്നത്രേ. യാതൊരു ഉപാധിയും പറഞ്ഞ് ഈ കൽപ്പന മറന്നു കളയുവാൻ, തള്ളിക്കളയുവാൻ ആർക്കും അവകാശമില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ പൗലോസ് പറയുകയാണ് രാജാക്കന്മാർക്കും എന്ന്. നമ്മെ ഭരിക്കുന്ന രാജാക്കന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്ന് പൗലോസ് പറയുന്നു. നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, നമ്മെ ഭരിക്കുന്ന സർക്കാർ അഴിമതി നിറഞ്ഞതാണെങ്കിൽ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമോ എന്ന്. അഴിമതിക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നത്രേ പൗലോസ് പറയുന്നത്. അധികാരത്തിലുള്ളത് ആരാണെങ്കിൽ തന്നെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് ഇത് എഴുതുമ്പോൾ റോമിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നിരുന്നത് രക്തദാഹിയായ നീറോ ചക്രവർത്തിയായിരുന്നു. എന്നിട്ടും പൗലോസ് പറയുന്നത് അധികാരത്തിലുള്ളത് ആരായിരുന്നാൽ തന്നെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. കാരണം ഒരു ദൈവപൈതലിൻ്റെ കർത്തവ്യമാകുന്നു ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതൊരിക്കലും മറന്നു പോകരുത്. ക്രിസ്ത്യത്വത്തെ തുടച്ചു മാറ്റുവാനുള്ള ദൃഢപ്രതിജ്ഞയുമായി വന്ന അനേകം ഭരണകർത്താക്കൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ അവർക്ക് വേണ്ടി എല്ലാം അന്നത്തെ സഭകൾ പ്രാർത്ഥിച്ചിരുന്നു, മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വവും അതുതന്നെയാണ്. പൗലോസ് ഈ അതിപ്രധാന കൂട്ടത്തെ എടുത്തു പറയുന്നു. അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി വേണം നാം പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ അവരെ ഭരണത്തിൽ നിന്നും നീക്കുവാനോ ആ സ്ഥാനങ്ങളിൽ വിശ്വാസികളായവരെ ആക്കുവാനോ നാം പ്രാർത്ഥിക്കരുത്. അതല്ല നമ്മുടെ പ്രാർത്ഥന. ഭരണകർത്താക്കളെ അവർ ഏത് രാഷ്ട്രീയ ചേരിയിലുള്ളവരായാലും അവരെ നാം ബഹുമാനിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഒരു ക്രിസ്ത്യാനി തൻ്റെ രാജ്യത്തോട് സ്നേഹം ഉള്ളവൻ ആയിരിക്കണം. നാം രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരായിരിക്കുവാൻ ശ്രദ്ധിക്കണം. മൂന്നാമതായി സുവിശേഷീകരണ പ്രാർത്ഥനയുടെ പ്രയോജനത്തെക്കുറിച്ച് പൗലോസ് സൂചിപ്പിക്കുന്നു. അവൻ പറയുന്നു, നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, ദൈവത്തിൽ നിന്നും അകന്ന് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശത്തിന് വേണ്ടിയും വിശേഷാൽ അതിലെ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും ക്രിസ്തുവിശ്വാസികൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ ആയത് സുവിശേഷീകരണം ത്വരിതപ്പെടുത്തുവാൻ അനുകൂലമായൊരു സാഹചര്യമുണ്ടാകും. ദേശത്തിനു വേണ്ടിയും വിശേഷാൽ അതിലെ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും സഭ പ്രാർത്ഥിക്കുമ്പോൾ സഭയെ മനസ്സലിവുള്ള, കരുതുന്ന, സ്നേഹിക്കുന്ന ഒരു കൂട്ടമായി ലോകം മനസ്സിലാക്കുകയും സുവിശേഷീകരണം ഒരു ഭീഷണി ആകാതിരിക്കുകയും ചെയ്യും. സാവധാനത എന്ന് ഇവിടെ പറയുമ്പോൾ ബാഹ്യമായ സംഘർഷമില്ലാത്ത അവസ്ഥയാണ്. സ്വസ്ഥത എന്നാൽ ആന്തരികമായ കലക്കങ്ങളില്ലാത്ത അവസ്ഥയാണ്. ഒരു ദേശത്ത് ബാഹ്യവും ആന്തരികവുമായ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദേശത്തെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ദേശത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ക്രിസ്തു വിശ്വാസികൾ ഉണ്ടായിരിക്കണം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ദേശത്ത് സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാകുന്ന യാതൊരു വിഷയത്തിലും ക്രിസ്തീയ സഭ ഇടപെടരുത്.
വാദപ്രതിവാദങ്ങൾ കൊണ്ടോ പ്രകോപനപരമായ പ്രസ്താവനകൾ കൊണ്ടോ അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ കൊണ്ടോ സാവധാനതയും സ്വസ്ഥതയും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, അത് സുവിശേഷീകരണത്തിന് തടസ്സം മാത്രമേ ഉണ്ടാക്കൂ. വിശുദ്ധ പൗലോസ് പറയുന്നത് ഒരു ക്രിസ്ത്യാനി ഒരിക്കലും രാഷ്ട്രീയ പ്രക്ഷോഭകൻ ആകരുത് എന്നത്രേ. രാജ്യസുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ സമാധാനത്തിനും വിഘ്നം വരുന്ന വിധത്തിൽ സഭ ഒരിക്കലും ഇടപെടരുത്. അത് ക്രിസ്തീയ സഭയുടെ ജോലിയല്ല. നമുക്ക് ചുറ്റുമുള്ളവരുടെ രാഷ്ട്രീയ ചായ്വ് എന്തായിരുന്നാലും, അവരുടെ ചിന്താധാര എന്തായിരുന്നാലും, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ നമ്മുടെ സ്നേഹിതരായി കാണണം. ഇതത്ര എളുപ്പം അല്ല എന്നെനിക്കറിയാം. ശരിയെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നവയെ നിഷേധിക്കുന്നവരോട് ഉള്ളിൽ കയ്പ് തോന്നുക സ്വാഭാവികമാകുന്നു. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾ രാജ്യത്തെ മാതൃകാ പൗരന്മാരായിരിക്കണമെന്നത്രേ. നമുക്ക് നമ്മുടേതായ അഭിപ്രായം ഉണ്ടാകരുതെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ നമ്മുടെ ചുറ്റുപാടും ഉള്ളവർക്ക് നാം ഒരു അനുഗ്രഹമാകുവാൻ ശ്രമിക്കണം. സകലരുടെയും ആത്മരക്ഷയ്ക്കായി നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവരാകണം. പണവും സ്വാധീനവും ആൾബലവും ഉള്ളതിനാൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും സ്വാധീനിക്കുവാൻ ശക്തരായിട്ടല്ല നാം അറിയപ്പെടേണ്ടത്. പല സഭകളും ഇന്ന് അങ്ങനെ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. നാം അറിയപ്പെടേണ്ടത് സാവധാനതയും സമാധാനകാംക്ഷികളുമായി മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിട്ടാകണം. ക്രിസ്തീയ വിശ്വാസികൾ അധികാരത്തിലിരിക്കുന്നവർക്ക് കീഴടങ്ങി അവരുടെ രക്ഷയ്ക്കായി നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മെ എതിർക്കുന്നവരോട് എതിർത്ത് നിൽക്കുകയോ നാം ശരിയെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിലൂടെ നാം നമ്മെ മനസ്സിലാക്കാത്തവരെ പ്രകോപിപ്പിക്കുക മാത്രമാകുന്നു ചെയ്യുന്നത്. മറക്കരുത്. പൗലോസ് പറയുന്നത് നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ ജീവിക്കണം എന്നത്രേ. ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവഭയം ഉള്ള, ദൈവസ്നേഹമുള്ള, വിശുദ്ധിയുള്ള, സകലവും ദൈവമഹത്വത്തിനെന്ന മനോഭാവത്തോടു കൂടിയവർ എന്നത്രേ. ഘനം നമ്മുടെ പ്രവർത്തനങ്ങളെ കാണിക്കുന്നു. വിശുദ്ധമായ മനോഭാവവും വിശുദ്ധമായ പ്രവർത്തനങ്ങളും മൂലം സാവധാനതയും സ്വസ്ഥതയുമുള്ളൊരു ജീവിതം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അങ്ങനെ ജീവിച്ചെന്നാൽ എതിർപ്പുണ്ടാകില്ല എന്നല്ല, അതുണ്ടാകും. എന്നാൽ ആരെങ്കിലും നമ്മെ വെറുക്കുന്നുണ്ടെങ്കിൽ ആയത് നമ്മുടെ പെരുമാറ്റ രീതികൾ കൊണ്ടാകരുത്, പിന്നെയോ നാം അറിയിക്കുന്ന ദൂതിനാൽ മാത്രമായിരിക്കണം. ഒരുപക്ഷെ നാം അവർ പറയുന്നതിനോടും ചെയ്യുന്നതിനോടും യോജിച്ചെന്ന് വരില്ല. അവരുടെ ജീവിത രീതിയോടും എതിർപ്പാകും. അവരുടെ തീരുമാനങ്ങളോ അവരുടെ സാൻമാർഗികതയോ നമുക്ക് യോജിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ വിയോജിക്കുന്ന ഒരു വ്യക്തിയെ എൻ്റെ ശത്രുവായി കാണുന്നതിൽ എന്തെങ്കിലും ആത്മീയ നേട്ടമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നാം യോജിക്കാത്തത് ദൈവിക സത്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ജീവിത രീതികളോടാണ്, അല്ലാതെ അവരോടല്ല. ദേശം സത്യദൈവത്തെ അറിയണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു മാർഗം ക്രിസ്തീയ വിശ്വാസികളായ നാം നമ്മുടെ ആത്മീയ ആയുധവർഗം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനാൽ മാത്രമാകുന്നു. ആത്മീയ ആയുധവർഗം, അല്ലാതെ നമ്മുടെ ജഡമയമായ പ്രവൃത്തികൾ കൊണ്ടല്ല. ഇനി നാലാമതായി പൗലോസ് പറയുന്നത് സുവിശേഷീകരണ പ്രാർത്ഥനയുടെ ആവശ്യമാകും. അത് എന്താകുന്നു എന്ന് ആദ്യം പറഞ്ഞു. അതിൻ്റെ പ്രയോജനം നാം കണ്ടു. ഇനി എന്തിനാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഈ അധ്യായത്തിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ഭരണകർത്താക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ രണ്ടാമത്തെ കാരണം സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ അത് എത്തേണ്ടതിനായിട്ടാണ്. ക്രിസ്തീയ വിശ്വാസികൾ പീഡനം അനുഭവിക്കുന്നത് നാം നമ്മുടെ രാജ്യത്ത് കാണുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ക്രിസ്തീയ രാജ്യം എന്ന പേര് പറയുന്ന രാജ്യങ്ങളിൽ പോലും ഈ പറയുന്ന പീഡനങ്ങൾ കാണുവാൻ സാധിക്കുന്നു.
ഇന്ന് ഈ കാണുന്ന സഭാജനങ്ങൾക്കെല്ലാം പീഡനം ഉണ്ടാകുമെന്നല്ല, ഒരു നല്ല പങ്ക് ഏതിനോടും ചേർന്നങ്ങ് പോകുന്ന കൂട്ടമാണല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്നത്, ആത്മാർത്ഥമായി ദൈവത്തെ വിളിക്കുന്നവർ പീഡനം അനുഭവിക്കേണ്ടി വരും എന്നത്രേ. പൗലോസ് സ്വയം ഈ പീഡനം അനുഭവിച്ച വ്യക്തിയാകുന്നുവല്ലോ. അതിന് ഉത്തരവാദികളായ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. എന്തുകൊണ്ട്? കാരണം സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നുള്ളത് ദൈവഹിതമാകുന്നു. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ദൈവം ഒരുവനല്ലോ. റോമാക്കാർ അനേകം ദൈവങ്ങളെ ആരാധിച്ചു പോന്നു. ഇന്നും മനുഷ്യർ പല തരത്തിലുള്ള അനേകം ദൈവങ്ങളെ ആരാധിക്കുന്നു. പല വിധത്തിലുള്ള കാര്യങ്ങൾക്കായി മനുഷ്യർ തങ്ങളെ തന്നെ നൽകുന്നു. ചിലർ സുഖത്തിനായി, മറ്റു ചിലർ വിനോദങ്ങൾക്കായി, അങ്ങനെ ഓരോന്നും ഒക്കെ ദൈവങ്ങളാണ്. അനേകർക്കും വിനോദത്തിൻ്റെ ലോകം തങ്ങളുടെ മതമായി കഴിഞ്ഞിരിക്കുകയാണ്. അനേകം ആളുകൾക്ക് പണം അവരുടെ ദൈവമാണ്. അഭിമാനം ദൈവമായുള്ള ഒരു നല്ല പങ്കാളുകളുണ്ട്. അതെ, എത്രയെത്ര ദൈവങ്ങൾ, എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ എന്ന് ബൈബിൾ പറയുന്നു. അവിടുന്ന് സൃഷ്ടാവാണ്. എന്നിട്ട് പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനെന്ന് പൗലോസ് പറയുന്നു. പഴയ നിയമകാലത്ത് ഇസ്രായേല്യർ ദേവാലയത്തിലേക്ക് ചെന്നു. അവിടെ അനേകം പുരോഹിതന്മാർ ഉണ്ടായിരുന്നു. അവരിലൂടെ അവന് ദൈവത്തിങ്കിലേക്ക് പോകാമായിരുന്നു എന്ന് വിശ്വസിച്ചു. അങ്ങനെയാണ് അവൻ അടുത്ത് ചെന്നിരുന്നത്. ഇപ്പോൾ പൗലോസ് പറയുന്നത്, ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ നമുക്കിന്ന് ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, ഒരേ ഒരു മധ്യസ്ഥൻ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ യാതൊരു മനുഷ്യൻ്റെയും അടുക്കൽ മധ്യസ്ഥത്തിനായി ഇന്ന് പോകേണ്ടതില്ല. പോയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. യാതൊരു പുരോഹിതനും അതിനുള്ള അധികാരമില്ല. ബൈബിളിൻ പ്രകാരം ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ഈ മധ്യസ്ഥ ബിസിനസ് ഇന്ന് വലിയ ആദായമുള്ള ഒന്ന് തന്നെയാണ്, അല്ലേ? ബൈബിളിൽ ഇത്ര വ്യക്തമായി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടും ഇന്നും ഈ കുറുക്ക് വഴിക്ക് പോകുന്ന മനുഷ്യരെക്കുറിച്ചാണ് അത്ഭുതം. യഹൂദന്മാർക്ക് പല മധ്യസ്ഥന്മാരെക്കുറിച്ച് പറയുവാൻ കഴിയുമായിരുന്നിരിക്കും. യവനന്മാർക്ക് എല്ലാ വിധത്തിലുമുള്ള മധ്യസ്ഥന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ദൂതന്മാരെയും പകുതി ദൈവങ്ങളെയും ഒക്കെ സങ്കല്പിച്ചു. അതൊക്കെ മധ്യസ്ഥന്മാരായി അവർ കണ്ടു. യഹൂദ ചിന്തയിലോ യവന ചിന്തയിലോ മനുഷ്യന് ദൈവവുമായി നേരിട്ടുള്ള സംസർഗം സാധ്യമായിരുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മനുഷ്യന് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാവുന്നതാണ്. അതിന് വഴിയിൽ യാതൊരു തടസ്സവുമില്ല. മറ്റ് മതങ്ങൾക്ക് ഇത് വിശ്വസിക്കുവാൻ വലിയ പ്രയാസമാണ്. ഒരു ദൈവവും ഒരു മധ്യസ്ഥനും അല്ലാത്ത പക്ഷം മനുഷ്യരുടെ സഹോദരത്വം സാധ്യമല്ല. ഒരു ദൈവവും ഒരു മധ്യസ്ഥനും ആണ് ആവശ്യം. അനേകം ദൈവങ്ങളും അനേകം മധ്യസ്ഥന്മാരും ഉണ്ടെങ്കിൽ എന്തൊരു വലിയ മത്സരമായിരിക്കും. ഇന്നതാണല്ലോ കാണുന്നത് മതം. ഇന്നത്തെ അവസ്ഥ അതുതന്നെയാണ്. ക്രിസ്ത്യത്വത്തിൻ്റെ മനോഹരത്വം അതൊരു ദൈവത്തിലും ഒരേ ഒരു മധ്യസ്ഥനിലും വിശ്വസിക്കുന്നു എന്നതത്രേ. എന്നാൽ ഇതിനെയും നശിപ്പിക്കുവാൻ പിശാച് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കാര്യത്തിൽ താങ്കളെ ആരും തെറ്റിക്കരുത് സുഹൃത്തേ. 100 ഉപാധികളുമായി വരും. എന്നാൽ ദൈവവചനം മുറുകെ പിടിച്ചു കൊള്ളുക. നമുക്കൊരു മധ്യസ്ഥനെ ആവശ്യമാണ്. നമുക്കൊരു പുരോഹിതനെ ആവശ്യമാണ്. നമുക്കൊരാളുണ്ട്, ഒരു വലിയ മഹാപുരോഹിതൻ. ഇയ്യോബിൻ്റെ കാലത്ത് ഇയ്യോബിൻ്റെ കരച്ചിൽ അതായിരുന്നു. ദൈവത്തിൻ്റെ കൈ പിടിച്ച്, പിന്നെ എൻ്റെ കൈ പിടിച്ച് ഒന്നിച്ച് ചേർക്കുവാൻ ഒരു മധ്യസ്ഥൻ. അതേ സുഹൃത്തെ, നമുക്കിന്നൊരു മധ്യസ്ഥനുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അതിനായി വന്നു. അവൻ്റെ ഒരു കരം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. കാരണം അവൻ ദൈവമാണ്. ഏറ്റവും അധികം നശിച്ച വ്യക്തിയെപ്പോലും അവന് രക്ഷിക്കാം. കാരണം അവൻ ദൈവമാണ്. അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്കുള്ള വില കൊടുത്തതാണ്. അവൻ ഒരു മധ്യസ്ഥനുമാണ്. കാരണം അവൻ മനുഷ്യനായി അവിടുന്ന് എൻ്റെ കരം പിടിക്കുവാൻ കഴിയുന്നവനാണ്. കാരണം അവൻ എന്നെ മനസ്സിലാക്കും. അവന് താങ്കളെ മനസ്സിലാകും. താങ്കൾക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലാം. താങ്കൾ ചെയ്ത തെറ്റുകളാൽ അവിടുന്ന് താങ്കളെ ഉപേക്ഷിക്കുകയില്ല സുഹൃത്തെ.
കർത്താവെ, ഞാൻ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുന്നു. ഞാൻ അതും ഇതും ഒക്കെ ചെയ്തു, ഞാൻ നശിച്ചു. അവിടുന്ന് അത് മനസ്സിലാക്കുന്ന ദൈവമാണ്. അവിടുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ കരം പിടിച്ചവരെ ആശ്ലേഷിക്കും, തന്നോട് ചേർത്ത് നിർത്തും. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അതെ, ആ മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാകുന്നു. ഇവിടെ മറുവില എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പിനായി ക്രിസ്തു ഒരു വില നൽകിയിരിക്കുന്നു. മറുവില എന്നതിനാൽ ഇവിടുത്തെ അർത്ഥം സ്വയം വിലയായി നൽകിയവൻ എന്നത്രേ. അതും സകല മനുഷ്യർക്കും വേണ്ടി മറുവിലയായവൻ. നാം വീണ്ടെടുക്കപ്പെടേണ്ടതുണ്ട്. താങ്കളും ഞാനും നഷ്ടപ്പെട്ട പാപികളായിരുന്നു. അവൻ നമ്മുടെ മറുവിലയായി. 7-ാം വാക്യം കൂടി നോക്കാം. അവിടെ വായിക്കുന്നത്, തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനുമായി ഭോഷ്കല്ല, പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയുന്നത് തന്നെ ഒരു പ്രസംഗിയും അപ്പോസ്തോലനുമായി ദൈവം നിയമിച്ചിരിക്കുന്നു എന്നത്രേ. പ്രസംഗി എന്നുള്ളത് ക്രക്സ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും വരുന്നതാണ്. അതിൻ്റെ അർത്ഥം സുവിശേഷം നൽകുന്ന ഒരു കാഹളമെന്നോ വാർത്താവാഹകനെന്നോ ഒക്കെയാണ്. സുവിശേഷം പ്രസംഗിക്കുവാൻ പൗലോസിനെ നിയോഗിച്ചിരിക്കുകയായിരുന്നു. ഭോഷ്കല്ല, പരമാർത്ഥം തന്നെ പറയുന്നു. തൻ്റെ വ്യക്തിപരമായ സുഹൃത്തായ ഒരു യുവ പ്രസംഗകനോട് പൗലോസ് ഇങ്ങനെ പറയുന്നത് ആശ്ചര്യമായി തോന്നാമല്ലേ? ഭോഷ്കല്ല ഞാൻ പറയുന്നത്, പരമാർത്ഥം തന്നെയാകുന്നു എന്ന്. ഒരുപക്ഷെ തിമത്തിയോസിനെ പ്രോത്സാഹിപ്പിക്കുവാനായിരിക്കും ഇങ്ങനെ പറയുന്നത്. അത് സത്യമാണെന്ന് തിമത്തിയോസിനറിയാം. സുവിശേഷീകരണം എന്നാൽ മതപരിവർത്തനം അല്ല. മതം എന്നാൽ ഓരോരുത്തൻ അവരവരുടെ സൗകര്യത്തിന് ഓരോ ദൈവങ്ങളെയും അവൻ്റെ അടുക്കലേക്കുള്ള വഴികളെയും ഉണ്ടാക്കുന്നതാണ്. ക്രിസ്തീയ മാർഗത്തിന് അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരേ ഒരു മാർഗം അംഗീകരിച്ച് അതിലൂടെ ദൈവത്തിലേക്ക് വരുവാൻ കഴിഞ്ഞാൽ അത് മതി. ആയതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എവിടെ ചെന്നാലും മധ്യസ്ഥന്മാരുണ്ടെങ്കിൽ കാര്യങ്ങൾ സാധിക്കാമെന്ന ചിന്ത സമൂഹത്തിൽ പ്രബലമാണ്. എന്നാൽ ദൈവത്തിലേക്ക് എത്തുവാനുള്ള ഏക വഴി, ഏക വാതിൽ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല.